ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബാലൻ ലൈവായിട്ട് തന്നെ മകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ഒരു ലൈവ് ഇട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അത് ഹിറ്റായി പോകണം. അങ്ങനെ ന്യൂസ് ചാനലുകാരും വാർത്താ ചാനലുകാരും ടി വിയിലൊക്കെ ബാലൻ വല്ലാത്ത സെലിബ്രിറ്റി ആവാണ്. എല്ലാവരും ബാലനെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം മക്കള്, അതായത് ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേര് ഭർത്താവിന് വീട്ടിൽ അതായത് കുറച്ച് പെൺപിള്ളേര് കേട്ടോ, ഭർത്താവിന് വീട്ടിൽ അനുഭവപ്പെടുന്ന ക്രൂരതകളും പീഡനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അയ്യോ മോളെ നീ അവിടെ നിൽക്കണം എന്ന് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നൊക്കെ കരുതിയിട്ട് അച്ഛനും അമ്മയും മക്കളെ സപ്പോർട്ട് ചെയ്യാതെ ഭർത്താവിന് ഇവിടെ പിടിച്ചു നിർത്തും. അവസാനം ആ പെൺപിള്ളേര് കെട്ടിത്തൂങ്ങി ചാവാണ് പതിവ്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ മാതാപിതാക്കൾക്ക് ഒരു മാതൃകയാവാണ് ബാലൻ എന്ന രീതിയിലാണ് തലക്കെട്ടൊക്കെ വരുന്നത്. കാരണം ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെൺപിള്ളേര് പറയുകയാണെങ്കിൽ അത് അച്ഛനമ്മമാരെ ആക്സെപ്റ്റ് ചെയ്യുകയും അത് സത്യമാണെന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയും പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ള നല്ലൊരു സന്ദേശമാണ് ബാലൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് ഒരു സെലിബ്രിറ്റി ആയി മാറുകയാണ് നമ്മുടെ ബാലൻ. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട്. തമിഴിൽ ഞാൻ പറഞ്ഞില്ലേ മൈക്കിലൂടെയാണ് വിളിച്ചു പറഞ്ഞത്. അതൊരു 3 വർഷം മുമ്പുള്ള ഭാഗമായത് കൊണ്ടിട്ടായിരിക്കാം അവർ മൈക്കിലൂടെ അങ്ങനെ വിളിച്ചു. പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെയാണല്ലോ, അവരിങ്ങനെ സമ്മേളനവും കാര്യങ്ങളൊക്കെ മൈക്കിലൂടെ കൂടുതൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഭാഗം അതിൽ കാണിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പൊ ഈ വീഡിയോ ഇത് ബാലിന് ഇപ്പൊ വീഡിയോ ആയിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ വീഡിയോ ആര് കാണും? നമ്മുടെ ജീവന്റെ അച്ഛനും അമ്മയും ജീവനും ഒക്കെ കാണുന്നുണ്ട്. അത് കണ്ട് ജീവന്റെ അമ്മക്കും ജീവനും ഒക്കെ ഭയങ്കര കുറ്റബോധം തോന്നട്ടെ. പാവനു അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. അവളൊരു നല്ല പെൺകുട്ടി തന്നെയാണ്. അവളെ തന്നെ തനിക്ക് തന്റെ ഭാര്യയായിട്ട് വേണം എന്ന് ജീവനെ വീണ്ടും തോന്നി തുടങ്ങണം. അപ്പൊ അമ്മയും പറയണ്ട് ശരിയാടാ, അവളെ ഞാനും ഒരുപാട് തെറ്റിദ്ധരിച്ചു. നമുക്കൊരു കാര്യം അവിടെ പോയിട്ട് അവളെ കണ്ട് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം, ബാലനോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവനും അമ്മയും കൂടി ബാലന്റെ വീട്ടിൽ നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് നമ്മുടെ ദേവമംഗലത്തിലേക്ക് വരുവാണ്. ബാലനോട് വീണ്ടും പെണ്ണ് ചോദിക്കാണ്ട് എന്റെ മകനെ വേണ്ടി വിവാഹം കഴിപ്പിക്കണം എന്ന് പെണ്ണ് ചോദിക്കാൻ വേണ്ടി വരികയാണ്. ബാലനും പറയുന്നുണ്ട് എന്റെ മോളുടെ തീരുമാനമാണ് ഇനി എല്ലാത്തിനും വലുത്. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കാം, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ബാലൻ പറയണം. ശരി ആയിക്കോട്ടെ എന്ന് ജീവൻ പറയുന്നുണ്ട്. പക്ഷെ ജീവന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി ആയിരിക്കും നമ്മുടെ അനു കൊടുക്കണേന്ന്. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അനുവിനോട് ബാലൻ പറയുന്നുണ്ട് മോളെ ജീവനും അമ്മയും ഇവിടെ വന്നിരുന്നു, നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ജീവൻ പറഞ്ഞു. എന്താ മോൾ അവർക്ക് പറയേണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അനു ഇല്ല അച്ഛൻ എനിക്ക് പറ്റില്ല, കാരണം ആ ഒരു ബന്ധം തകർന്നു പോയൊരു ബന്ധമാണ്, അത് വീണ്ടും കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്, ഈ വിവാഹത്തിനോട് എനിക്ക് താല്പര്യമില്ല, അച്ഛനോട് ക്ഷമിക്കണം. അയ്യോ അതൊന്നും കുഴപ്പമില്ല മോളെ, നീ ഓക്കെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്, നീയെന്നല്ല നിന്റെ സ്ഥാനത്ത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു തീരുമാനം തന്നെ എടുക്കുള്ളൂ, മോളുടെ കൂടെ ഈ അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അനുവിനെ വീണ്ടും ചേർത്ത് പിടിക്കണം. അനുക്ക് ഭയങ്കര സമാധാനമുണ്ട്, കാരണം തന്റെ അച്ഛൻ കൂടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ജീവൻ നമ്മുടെ അനുവിനെ അമ്പലത്തിൽ വെച്ച് കാണുന്നുണ്ട് വീണ്ടും കേട്ടോ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്പലത്തിൽ വെച്ച് കാണുമ്പോൾ ജീവൻ പറയുന്നുണ്ട് തന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വീണ്ടും ഒരു പ്രൊപ്പോസൽ വെച്ചായിരുന്നു, തന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്, ഞാനും അമ്മയും അച്ഛനും ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവർക്കും അന്നത്തെ ആ കാരണം മനസ്സിലായി. അപ്പോൾ എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, തനിക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും അനു പറയുന്നുണ്ട് സോറി ജീവൻ ക്ഷമിക്കണം, എനിക്കൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മറുപടി ഒന്നും പറയാതിരുന്നത്, അച്ഛനും അമ്മക്കും വീട്ടിലെല്ലാവർക്കും താല്പര്യമാണ്, പക്ഷെ എന്റെ താല്പര്യം എന്താണ് അതുപോലെ എന്റെ അച്ഛൻ ചെയ്യുള്ളൂ, ഞാനാണ് പറഞ്ഞത് എനിക്കിപ്പോ വിവാഹത്തിനോടൊന്നും താല്പര്യമില്ല, ഇപ്പൊ വിവാഹത്തെ കുറിച്ച് ആലോചിക്കേണ്ട എന്ന് ഞാനാണ് അച്ഛനോട് പറഞ്ഞത്, അതുകൊണ്ടിട്ടാണ് അച്ഛൻ ഒരു മറുപടിയും പറയാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ ജീവൻ പറയണ്ടേ അതെനിക്ക് മനസ്സിലായി. പക്ഷെ അനു ഒരു കാര്യം ആലോചിച്ചോ, ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അനുവിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇനി അനുക്ക് ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആവട്ടെ, പാവം ഇത്രയും നല്ലൊരു മനുഷ്യന് അന്ന് വിവാഹം കഴിക്കാൻ പറ്റിയില്ല, ഇപ്പോഴും താനൊരു നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടി വന്നിരിക്കുകയാണ്. മാത്രമല്ല തന്നെ ഒരു സംശയിച്ചിട്ട് പോലും ഇല്ല ആ മനുഷ്യൻ ഇതുവരെയായിട്ടും. ഇങ്ങനത്തെ ഒരാളെ കിട്ടാനും വേണം ഒരു ഭാഗ്യം, വേറെ ആരെങ്കിലും പെൺകുട്ടിക്ക് വെച്ചേക്കുന്ന ഒരു ഭാഗ്യമാണ്, അതിന് താ തട്ടിയെടുക്കണ്ട, നല്ലൊരു പെൺകുട്ടി തന്നെ ജീവനെ വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ അനു വിചാരിക്കാട്ടോ. അങ്ങനെ അനു തിരിച്ച് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗോമതിയും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയും മിത്രയൊക്കെ ചോദിക്കുന്നുണ്ട് അനുവിനോട്, അനു നീ എന്താ വൈകിയത് അമ്പലത്തിൽ പോയിട്ടോന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, വരുന്ന വഴിക്ക് ഞാൻ ജീവനെ കണ്ടിരുന്നു പറയണാണോ, ജീവൻ എന്ത് പറഞ്ഞു എന്ന് മീനാക്ഷിയും മിത്രയും ചോദിക്കുമ്പോൾ അനു പറയണ്ടേ എന്നിങ്ങനെ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ മോളെ, ജീവനെ പോലത്തെ ഒരു പയ്യനെ നീ വേണ്ടെന്ന് വെക്കേണ്ടെന്ന് മിത്ര പറയുമ്പോൾ അനു പറയണ്ടേ എനിക്കിപ്പോൾ വിവാഹത്തിനോട് താല്പര്യം
താല്പര്യമില്ല എടുത്തി, ഞാൻ IAS കാര്യങ്ങളൊക്കെ എടുക്കണം, അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നല്ലൊരു വലിയൊരു ആളാകണം എന്നൊക്കെ അനു പറയാണ്. ശരി, എന്നാ അവളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അതുപോലെ ചെയ്യട്ടെ. അങ്ങനെ അനു മിടുക്കിയായിട്ട് പഠിച്ചിരിക്കാട്ടോ. ആ സമയത്താണ് നമ്മൾ അലോക് 14 ദിവസത്തെ ജയിൽവാസവും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ അലോക് ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തായാലും തന്നെ ജയിലിൽ കിടത്തി, കാര്യങ്ങളൊക്കെ ആയി, സംഭവങ്ങളൊക്കെ ആയി, ശരി. പക്ഷെ ഇനി ഇപ്പൊ ഇവിടെ നല്ല പിള്ളയാണ്, അതായത് കുടുംബക്കാരുടെയും വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ ഇപ്പൊ ഇവള് നല്ലവളും താൻ ചീത്തവനുമാണ്. അങ്ങനെ അവള് നല്ലവളാവണ്ട, അവള് തന്നെ മതി എന്ന് പറഞ്ഞ് ഒറ്റക്കാൽ നിൽക്കണം, എന്നിട്ട് വിവാഹം കഴിക്കണം, എന്നിട്ട് അവൾക്ക് പരമാവധി അവളെ ശിക്ഷിക്കണമെന്നൊക്കെ അലോക് വിചാരിക്കണം. അപ്പൊ അതിനു വേണ്ടി വീണ്ടും ഒരു പ്രണയ നാടകം കളിച്ച് അനുവിന്റെ അടുത്തേക്ക് പോയാലോ എന്ന് അലോക് വിചാരിക്കേണ്ട. അങ്ങനെ അലോക് വീണ്ടും അനുവിനെ കാണാൻ വേണ്ടി പോകുവാട്ടോ. അനു പുറത്തിറങ്ങുമ്പോഴേക്കും അനുവിനെ കാണാൻ വേണ്ടി പോവുകയും പ്രണയ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് മനസ്സിലാക്കി, നിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണെന്നും നീയാണ് യഥാർത്ഥ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിക്കാത്തൊരു പെൺകുട്ടിയാണ്, നിന്നെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി അനു, നീ എന്നെ ഉപേക്ഷിക്കല, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് അനു മുഖത്തൊക്കെ അലോക് പറയുമ്പോൾ ഒരു ഒറ്റ ആട്ടാണ് അനു, ഞാൻ ഒരിക്കലും നിന്നെ ഇനി വിവാഹം കഴിക്കില്ല, എനിക്ക് നിന്നെ അത്രമാത്രം വെറുപ്പാണ്, ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണെന്നൊക്കെ അനു വെട്ടി തുറന്നങ്ങനെ പറയാണ്. പക്ഷെ അലോക് കുറെ നാൾ കഴിയുമ്പോൾ നല്ലവനാവും തോന്നുന്നു കേട്ടോ. തമിഴിൽ ഇപ്പൊ ഏറെക്കുറെയൊക്കെ നല്ലവൻ എന്ന സെറ്റപ്പിലായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും ആവില്ല. ഇതെല്ലാം തന്നെ അലോകിന്റെ അഭിനയം മാത്രമാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഉദയഭാനുവിനെയാണ്. ഉദയഭാനു വീണ്ടും വന്നിരിക്കുകയാണ് ഗോമതി സ്റ്റോഴ്സിലേക്ക്. എന്തെങ്കിലും തടയോന്നറിയാൻ രാവിലെ തന്നെ വന്നിരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു വരവില് ശരിക്കും ആനന്ദിന്റെ കെണിയിൽ ഉദയഭാനു പെട്ടുപോകുകയാണ്. വേറൊന്നുമല്ല, ആ ദിവസം രാവിലെ കുറച്ച് പലചരക്ക് കടക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ബാലൻ അവിടെ ആ മേശവരിപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദേവിയാണെങ്കിൽ ചായ കുടിക്കാൻ ഒന്ന് പുറത്തു പോയ സമയത്താണ് അവിടെ രാമേട്ടനും ആകാശം മാത്രമേ ഉള്ളൂ. പിന്നെ ഉദയഭാനു വന്നിട്ടുണ്ട്. ഉദയഭാനു മേശ പതുക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. 2 കെട്ട് നോട്ടാണ് വെച്ചിരിക്കുന്നത്. ശേഷം ഉദയഭാനു ഇതെന്നെ പറ്റിയ അവസരം, ഇതെടുത്തിട്ട് ഇപ്പൊ തന്നെ മുങ്ങണമെന്ന് പറഞ്ഞിട്ട് ആ 2 കെട്ട്, അതിന് ഒരെണ്ണം എടുത്തെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇത് 2 കെട്ടും എടുത്തിട്ട് പോക്കറ്റിലല്ല ഈ ഷർട്ടിന്റെ ഉള്ളിലേക്ക് വെക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ ക്യാമറയിൽ പതിയുന്നുണ്ട്. അങ്ങനെ അത് കറക്റ്റായിട്ട് ആനന്ദിന്റെ കയ്യിൽ കിട്ടണമുണ്ട്. ആനന്ദ് പിടിച്ചു. അങ്ങനെ കുറെ നാൾ കാത്തിരിപ്പിന് ഒടുവിൽ അവസാനം ആ കള്ളൻ തന്റെ കൈകളിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആനന്ദിന് ഭയങ്കര സന്തോഷമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഒരുമിച്ച് TV-യിൽ കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് ആനന്ദ് വിചാരിക്കണം. അങ്ങനെ ആനന്ദ് ഉദയഭാനു എന്ന് പറഞ്ഞ കള്ളനെ പിടിച്ചോണ്ട് വരുവാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ ആദ്യം കാണിക്കുന്ന ഉദയഭാനുവിനെ തന്നെയാണ്. ദേ കണ്ടില്ലേ, നിങ്ങളുടെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞു, ഞങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിലെ ക്യാമറയുണ്ട്, ആ ക്യാമറ കണ്ണുകൾ എല്ലാം ഒപ്പിയെടുത്തു, ഇനി നിങ്ങളെ എൻ്റെ അച്ഛൻ തന്നെയായിരിക്കും കൊല്ലാൻ വേണ്ടി പോണത് എന്നൊക്കെ ആനന്ദ് പറയണ്ട. ഇനി അതിൽ നിന്ന് നമ്മൾ ഉദയഭാനു എങ്ങനെ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തമിഴിൽ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഉദയഭാനു കള്ളനാണെന്ന്. അതുകൊണ്ട് തന്നെ ആനന്ദ് എത്ര പ്രാവശ്യം ഇങ്ങനെ ഉദയഭാനു പിടിക്കാൻ നോക്കിയാലും അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നൈസായിട്ട് ഉദയഭാനു രക്ഷപ്പെടും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.